ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്. അപ്പോൾ എന്ത് പറയണോ, ഞാനിതാ മക്കളെയും കൊണ്ട് പാർക്കിൽ വന്നിട്ട് കേട്ടോ. അപ്പം ഇന്ന് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്ത് പറയണോ, ഇന്നലെ ലൈവ് വരായിട്ട് ഒരുപാട് പേര് എന്താ ലൈവിൽ എത്താന്ന്, എന്താണ് ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചം കുറവുണ്ട് അല്ലേ, പക്ഷെ അതാ വെയിലെറിച്ചിട്ടില്ല. വെയിലില്ല ഇവിടെ, തണലത്തായിരിക്കണം. വെയിലുണ്ട്, നന്നായിട്ട് വെയിലെറിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയൂ. മാഷാ അല്ലാ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പിന്നെയും വീഡിയോസ് ഇടാൻ തോന്നുന്നത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഉള്ളൂ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തൊക്കെ വിശേഷങ്ങൾ, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ടുണ്ട്. മാഷാ അല്ലാ, നമ്മൾ പോലും അറിയാതെ നമ്മളെ അറിയുന്ന ഒരുപാട് പേര്, നമുക്കൊന്നും അവരാരാ എന്താ ഏതാണെന്നൊന്നും അറിയില്ല. കുറച്ച് പേരുകൾ, അതല്ലെങ്കിൽ ആ ഐഡിയയിൽ വരുന്ന കുറച്ച് പേരുകൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇവരാരാണോ എന്താണോ ഏതാണെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന കുറച്ച് പേരുണ്ട്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങൾ, അതിൽ 100-ൽ ഒരെണ്ണം ചിലപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ, മക്കൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പൊക്കെ ഒഴിവാക്കി, അതൊക്കെ വീട്ടിൽ കൊടുന്ന് സെറ്റാക്കാൻ നിൽക്കുകയാണ്. ഇനി മക്കളോട് ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാട്ടിൽ ചെന്നാലും നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം എന്നുണ്ടെങ്കിലൊക്കെ അതെന്തായാലും അവിടെ കിടക്കട്ടെ വിചാരിച്ചു. എങ്ങനെ എന്താ വരിക എന്നൊന്നും അറിയില്ലല്ലോ. വെയിലുള്ളടത്തൊക്കെ നിൽക്കട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അജുമോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചീനെ കാണാൻ തോന്നുക, അമ്മച്ചിനോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്, അമ്മച്ചീനെ മിസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വോയിസ് മെസ്സേജ് ആട്ടോ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിങ്ങനെ സമാധാനം ഇങ്ങനെ ആയി വരുമ്പോഴേക്കും മക്കൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് വല്ലാണ്ട് സങ്കടപ്പെടുത്തുട്ടോ. വേറെ ഇപ്പം എന്താ വിശേഷങ്ങൾ, കൂടുതലായിട്ട് എന്താ പറയാൻ. പിന്നെ ഒരുപാട് പേര് ഉംറക്ക് പോണ കൂട്ടം ചോദിച്ചിരുന്നില്ലേ. ഇൻഷാ അല്ലാ വിധി ഉണ്ടെങ്കിൽ യോഗ ഉണ്ടെങ്കിൽ പോകണം. എന്താ പറയുക, മക്കളെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോകലൊന്നും നടക്കൂല. എന്താ വെച്ചാൽ അവരിവിടെ ആളാക്കിയത് തന്നെ മക്കളെ നോക്കാനും കൂടി വേണ്ടിയിട്ടല്ലേ. അപ്പോൾ റമദാനിക്ക് അവർക്ക് ലീവ് ഉണ്ടാവും എന്ന് പറയുന്നേക്കാം. പെരുന്നാളിൻ്റെ ടൈമിൽ ലീവ് ഉണ്ടാവും, നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോകണം. വിമാനം പൂർണ്ണ കാണുന്നുണ്ടോ, തലയുടെ മേലെ കൂടെ. അപ്പോൾ അങ്ങനെ ചാൻസ് കിട്ടിയാൽ പോകണം. പിന്നെ താത്തി അലിയൊക്കെ ഉംറക്ക് വരുന്നുണ്ട്. അലിയൊക്കെ കുവൈത്തിൽ നിന്ന് ജിദ്ദയ്ക്ക് വരുന്നുണ്ട്. താത്തിയും കുട്ടികളും അവിടുന്ന് വരുന്നുണ്ട്. അപ്പം അവരെ കൂടെ ചിലപ്പോൾ പോകാൻ എന്തായാലും പറ്റില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുക. മാഷാ അല്ലാ, മക്കളെ പിരിഞ്ഞിട്ട് പ്രവാസികൾ ഇരിക്കുക എന്ന് പറയുന്നത് നല്ല സങ്കടമുള്ള കാര്യം തന്നെയാണ് അല്ലേ. നമുക്ക് ആണുങ്ങൾ ഇതേപോലെ പോകുമ്പോഴൊക്കെ എന്താ മക്കൾ പിടിച്ച് കരയൊരുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് സമാധാനപ്പെടുത്താതെ, ഈ പെണ്ണുങ്ങൾ പോകുമ്പോൾ ആരുമില്ലാത്ത മക്കളെ ഒറ്റക്കാക്കിയിട്ട് പോരുമ്പോൾ അവരെ സമാധാനപ്പെടുത്താൻ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെ അവരെ സ്കൂൾക്കും കാര്യങ്ങളൊക്കെ പോവുക കാരണത്താൽ തന്നെ കുറച്ചൊക്കെ വലിയ കുട്ടികളാവും ചെയ്ത കാരണം സങ്കടമില്ല എന്നല്ല, എന്നാൽ പോലും അവർക്ക് കുറേയൊക്കെ അങ്ങനെ സമയം പോകണുണ്ടാവും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. വേറൊരു ഫാമിലിയും കൂടെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അവരെ കുട്ടി ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ ഒക്കെ അതാ സെൽഫി എടുക്കണ കാര്യങ്ങളൊക്കെ. വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? ബോൾ കൊടുന്നിട്ടില്ല അല്ലേ മമ്മി? നമ്മളെ ബോൾ കൊടുന്നൊക്കെ വെച്ചെങ്കിൽ ബോൾ കളിക്കാൻ എക്സസൈസ് ചെയ്യണം, തടി കൂടുന്നുണ്ട്. മെഷീനിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് വയറ് ചടിയുന്നു. അതേപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നടത്തല്ല ഇവിടെ നടത്തല്ല, അവിടുന്ന് നടത്തണ്ടായിരുന്നു. ഈ പാർക്കിക്ക് പോരുമ്പോൾ ഉള്ളൊരു നടത്തം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ വേറെന്തുകൊണ്ട്? പണമില്ലെങ്കിൽ എന്താണ് പവറില്ല അറിയില്ലേ അല്ലേ? പണം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുന്നിലും ആരടാ ചോദിച്ചാൽ ഞാനടാ പറയാല്ലേ. അപ്പോൾ പണം ഉണ്ടാക്കണമെങ്കിൽ എന്താ പറയുക, വിദ്യാഭ്യാസം വേണം. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിനനുസരിച്ചിട്ടുള്ള ജോബിന് വിദ്യാഭ്യാസം തന്നെ വേണമെന്നൊന്നുമില്ല ഒരു ജോലിക്ക്. എന്ത് ജോലി ചെയ്യാനും നമ്മൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരും എത്രയേ വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മുടെ ജീവിതവും ഇങ്ങനെ ആയി. നമ്മളെ മക്കളെയും പഠിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നുണ്ട്. അപ്പോൾ അവരെയെങ്കിലും പഠിച്ച് അവരൊരു സ്വന്തം കാലിൽ നിൽക്കാനാവട്ടെ. പിന്നെ ഫിദമോൾക്കൊരു കല്യാണക്കാരൻ വന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിക്കട്ടെ, എന്നിട്ട് പിന്നെ കല്യാണം ഗാനയിത്തൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ സാജിദ വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എല്ലാവരും. അപ്പോൾ അവളെപ്പോലെ ജീവിക്കാൻ എന്താ പറയുക, രണ്ട് തലയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ പറ്റണം. അങ്ങനെയൊക്കെ ചാടാൻ പറ്റണവരൊക്കെ കഴിച്ചിലാകും, അല്ലാത്തവർക്ക് എന്നിങ്ങനെയുള്ള നരകങ്ങളൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. എന്താ പറയുക, മഹർ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഒരാളെ പറ്റിക്കാനും ഒരാളുടെ അടുത്തുനിന്ന് എന്താ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ ജീവിതം പോയിട്ട് കൊളാക്കാനും അങ്ങനെയൊക്കെ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കണത് അവർ ശരിക്ക് എന്താ പറയുക, അതിന് പറ്റിയ ഇല്ലാഞ്ഞിട്ടാണ്. ഷെറഹൂഫ് എന്തായാലും അവനൊരു ആൺകുട്ടി തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അവൻ്റെ പൈസ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താ ആലോചിക്കണേന്നോ, അവൾ ആ വീഡിയോസിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ലോ അവൻ്റെ പൈസ കൊണ്ടല്ല അവൾ ആ മഹർ വാങ്ങിച്ചിട്ടത്, അത് അവൾ സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവൾ എന്തിനാണ് ആ പൈസ അപ്പം തന്നെ തിരിച്ച് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ പോരെ? ഇവൾ പിന്നെ പൈസ ആവട്ടെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു അവധി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അതെന്തിനാ അവൾ പറയണേ? പിന്നെ ഇവൻ അയച്ചു കൊടുത്ത പൈസ അവൾ വേറെ അവളെ കുടുംബത്തിൽ റിലേറ്റീവ്സിന് ആർക്കോ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നൊക്കെയാണ്. അതിൻ്റെയൊക്കെ എന്ത് ഇടങ്ങാറായിരുന്നു ഇവൾക്കുള്ളത്. ഓളെ കാര്യത്തിന് വേണ്ടിയിട്ടും അല്ല, ഇങ്ങോട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കള്ളങ്ങൾ അവൾ മെനഞ്ഞുണ്ടാക്കുന്നുണ്ട്. കട്ടാ പോരാ കക്ക നിൽക്കാനും കൂടി അറിയണം എന്ന് പറയില്ലേ, അതേപോലെയാണ് അല്ലേ. പിന്നെ ആരിഫത്താത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആരിഫ മേഡം. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ, കുറേ ചിരിച്ച് കണ്ടിട്ട്. എന്തായാലും അത് കാണുമ്പോൾ എന്താ പറയുക, സാജിദാക്ക് എന്ത് പറഞ്ഞിട്ടെന്താണെന്നാണോ, മനമില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടെന്താ അല്ലേ. അതിൻ്റെ ചുവട്ടിൽ വന്ന കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ തന്നെ അന്തം വിട്ട് അന്താളിപ്പോടെ പോയി. അപ്പോൾ വേറെന്തുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മളിതാ അതിനെ പോണ് വരുന്ന്, നേരം വെളുക്കണ വൈകുന്നേരം ആവണ്, ഡ്യൂട്ടി എടുക്കണ്, പിന്നെയും പോണു. അപ്പോൾ പിന്നെ അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ട, അതാണ്, ഒന്നും പറയാനല്ല. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ, എന്നാലല്ലേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും പറയാനും ഒന്നും ഉണ്ടായിരുന്നില്ല, വീഡിയോസൊന്നും ചെയ്യാമായിരുന്നു. പുതിയ എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ കിട്ടട്ടെ വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മൾ പാർക്കിലാണ് കേട്ടുള്ളത്. ഇതല്ല
ഈ ഈത്തപ്പനയുടെ ചോട് അടിഭാഗം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫാമിലിനെ കാണുന്നുണ്ടോ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ വീഡിയോ ഞാനിതാ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുമ്പോഴേ നമുക്കും വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ടെൻഷനുണ്ട്, അതാണ് മുഖപ്പെന്നിങ്ങനെ എന്താ പറയുക, കരയാതെ കരഞ്ഞിട്ട് മുന്നിൽ വരുന്നതിൽ നല്ല കരയാതെ വരിക വിചാരിച്ചിട്ടാണ് ഞാൻ വരാത്തത്. കുറേ ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത്. ഡെയിലി നമ്മൾ ഷോർട്സ് വീഡിയോസോ അതല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ദിവസം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവരിങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ഇടാത്തത്. അപ്പോൾ ഞാനിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാട്ടോ. ഒന്നാമത്തെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡിലൊന്നും അല്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.